നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. നിയമസഭാ തിരഞ്ഞെടുപ്പിലെ വിജയത്തിനു പിന്നാലെ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്താനുള്ള നിർണായക നീക്കങ്ങളിലേക്ക് കടന്ന് കോൺഗ്രസ്. ഇന്ന് ചേരുന്ന നിയമസഭാ കക്ഷിയോഗത്തിൽ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഏകകണ്ഠമായ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ അന്തിമ തീരുമാനമെടുക്കാൻ ഹൈക്കമാൻഡിനെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള പ്രമേയം പാസാക്കി. ഹൈക്കമാൻഡ് പ്രതിനിധികൾ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ദില്ലിയിൽ നിന്നായിരിക്കും മുഖ്യമന്ത്രി ആരെന്ന ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുക. ഞായറാഴ്ചയോടെ മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് സൂചന. അതേസമയം മുഖ്യമന്ത്രി ആരാകണമെന്നതിൽ തീരുമാനമെടുക്കാൻ MLA-മാരുമായി കൂടിക്കാഴ്ച തുടങ്ങി ഹൈക്കമാൻഡ് നിരീക്ഷകർ. MLA-മാരുടെ അഭിപ്രായത്തിനു പുറമെ ഘടകകക്ഷി നേതാക്കളുടെയും മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെയും നിലപാടുകൾ നിരീക്ഷകർ തേടും. നിരീക്ഷകർ തിരികെ ദില്ലിയിൽ എത്തിയ ശേഷമാകും തീരുമാനം പ്രഖ്യാപിക്കുക. അതേസമയം തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിച്ചില്ലെങ്കിൽ മറ്റ് സ്ഥാനങ്ങൾ വേണ്ടെന്ന കടുത്ത നിലപാടിലാണ് VD സതീശൻ. നിരീക്ഷകരുമായുള്ള ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ ഇക്കാര്യം അദ്ദേഹം അറിയിച്ചു. ഭരണപരിചയം മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിൽ മാനദണ്ഡം അല്ലെന്നാണ് VD സതീശൻ പറയുന്നത്. PS-ന്റെയും മോദിയുടെയും ഉദാഹരണം ചൂണ്ടിക്കാട്ടി ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് സതീശൻ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത്. നേതാവിന് കാഴ്ചപ്പാടാണ് പ്രധാനം. ടീം കെട്ടിപ്പടുക്കാൻ കഴിവുണ്ടാകണം. സംഘടനാ ദൗർബല്യമാണ് ഉത്തരേന്ത്യയിൽ കോൺഗ്രസിന് തിരിച്ചടിയാകുന്നതെന്നും അഭിമുഖത്തിൽ സതീശൻ പറഞ്ഞു. പത്മശ്രീ C. ശങ്കരനാരായണ മേനോൻ ഗുരുക്കളുടെ 3ാം അനുസ്മരണ യോഗവും 2ാമത് ഗുരുശ്രേഷ്ഠ പുരസ്കാര സമർപ്പണവും സംഘടിപ്പിച്ചു. ചാവക്കാട്ട് വല്ലഭട്ട കളരി അങ്കണത്തിൽ NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ AH അക്ബർ അധ്യക്ഷത വഹിച്ചു. ഗുരുപത്നി സൗദാമിനിയമ്മ ഭദ്രദീപം തെളിയിച്ചു. കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി മുഖ്യ അനുസ്മരണ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ കളരി ഗുരുശ്രേഷ്ഠ പുരസ്കാരം കോച്ചൻ കാർത്തികേയൻ ഗുരുക്കൾക്ക് സമർപ്പിച്ചു. 11,111 രൂപയുടെ ക്യാഷ് അവാർഡും പുരസ്കാരവുമാണ് അദ്ദേഹത്തിന് സമർപ്പിച്ചത്. കളരി ഗുരുശ്രേഷ്ഠ പുരസ്കാര സമർപ്പണം P. മോഹൻദാസ് നിർവഹിച്ചു. ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് C. സുമേഷിനെ ഉപഹാരം നൽകി ആദരിച്ചു. 18ാമത് ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ വല്ലഭട്ട കളരിയിലെ വിജയികളായ വിദ്യാർത്ഥികളെ അഭിനന്ദിച്ചു. ഓട്ടൻതുള്ളൽ ആചാര്യൻ മണലൂർ ഗോപിനാഥ്, നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. യതീന്ദ്രദാസ്, പ്രതിപക്ഷ നേതാവ് CA ഗോപപ്രതാപൻ, ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് C. സുമേഷ്, BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ, ജില്ലാ കളരിപ്പയറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് EG സത്യപ്രകാശ് ഗുരുക്കൾ, മലയാള മനോരമ ലേഖകൻ KC ശിവദാസ്, അഡ്വക്കേറ്റ് മുള്ളത്ത് വേണുഗോപാൽ, KT ബാലൻ ഗുരുക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. P. മോഹൻദാസ് സ്വാഗതവും ഉണ്ണിഗുരുക്കളുടെ മകൻ KP കൃഷ്ണദാസ് ഗുരുക്കൾ നന്ദിയും പറഞ്ഞു. ഇപ്പോൾ എവിടെ വെച്ച് കണ്ടാലും ധാരാളമായിട്ട് സംസാരിക്കുകയും മാനസികമായി പല കാര്യങ്ങളിലും ഒരേ തരംഗദൈർഘ്യം സൂക്ഷിക്കാൻ സാധിക്കുകയും ചെയ്തിരുന്ന സുഹൃത്തുക്കളിൽ ആയിരുന്നു അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ വളരെയേറെ ആഴത്തിൽ കയറി പറ്റിയ ഒരു സുഹൃത്താണ്. നിയമസഭാ തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയെക്കുറിച്ച് അസാധാരണ വിലയിരുത്തൽ നടത്തുമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. സഖാക്കൾക്ക് പാർട്ടി വേദിയിൽ തുറന്നടിക്കാം. എല്ലാവരെയും കേട്ട് കാരണം വിലയിരുത്തും. പ്രതിപക്ഷ നേതാവ് മാറണം എന്ന CPI ആവശ്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പാർട്ടികൾക്ക് അവരുടെ അഭിപ്രായം പറയാമെന്ന് അദ്ദേഹം പ്രതികരിച്ചു. പ്രതിപക്ഷ നേതാവിനെ തീരുമാനിച്ചു എന്ന വാർത്ത അടിസ്ഥാനരഹിതമാണ്. അത്തരം തീരുമാനം എടുത്തിട്ടില്ലെന്നും ശൈലജ ടീച്ചർ സ്ഥാനാർത്ഥിത്വത്തിൽ അതൃപ്തി അറിയിച്ചോ എന്നറിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോടിയേരി ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന ചർച്ചയിൽ കാര്യമില്ല. മുമ്പ് VS ഉണ്ടായിരുന്നുവെങ്കിൽ
EMS ഉണ്ടായിരുന്നെങ്കിൽ എന്ന ചർച്ച നടന്നിട്ടുണ്ട്. കൊടിയേരി ഉണ്ടായിരുന്നെങ്കിൽ കൂടുതൽ കരുത്തുണ്ടാകും എന്നതിൽ സംശയമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിന്റെ കീഴിൽ അഖിലേന്ത്യാ തലത്തിൽ നടത്തിയ കോഴ്സുകളിൽ ഓട്ടോമൊബൈൽ സർവീസ് ആൻഡ് ടെക്നോളജി വിഭാഗത്തിൽ 1ാം റാങ്കും സ്വർണ്ണ മെഡലും നേടി അർജുൻ സുരേഷ് ബാബു മുംബൈ ടാറ്റ കൺവെൻഷൻ സെന്റർ ചേംബറിൽ നടന്ന ചടങ്ങിൽ മെഡൽ ഏറ്റുവാങ്ങി. വടക്കേക്കാട് പഞ്ചായത്തിലെ 3ാം കല്ല് സ്വദേശി കണക്കഞ്ചേരി സുരേഷ് ബാബുവിന്റെയും ലീന സുരേഷ് ബാബുവിന്റെയും മകനാണ്. ഡോക്ടർ അന്ന സുരേഷ് ബാബു സഹോദരിയാണ്. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ആരോഗ്യ ജാഗ്രത 2026 പരിപാടികളുടെ ഭാഗമായി യോഗം ചേർന്നു. മെയ് 10 മുതൽ 17 വരെ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വീടുകൾ, സ്ഥാപനങ്ങൾ, പൊതുവിടങ്ങൾ എന്നിവിടങ്ങളിൽ ജനകീയ പങ്കാളിത്തത്തോടെ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും. മെയ് 10 പഞ്ചായത്തിലെ മുഴുവൻ വീടുകളും പരിസരവും സ്വന്തം ഉത്തരവാദിത്വത്തിൽ ശുചീകരിക്കും. അതിന്റെ ഫോട്ടോയും മറ്റ് ശുചിത്വ സംവിധാനങ്ങളും പരിശോധിച്ച് ഓരോ വാർഡിൽ നിന്നും 5 വീടുകൾ തെരഞ്ഞെടുത്ത് ഗൃഹശ്രീ അവാർഡ് 18 നടക്കുന്ന പൊതുപരിപാടിയിൽ നൽകി ആദരിക്കും. ആരോഗ്യ ജാഗ്രതാ സെമിനാറുകൾ, ബോധവൽക്കരണ ക്യാമ്പുകൾ, വാർഡിലെ തെരഞ്ഞെടുക്കുന്ന 7 പേർക്ക് പ്രഥമ ശുശ്രൂഷ പരിശീലനവും മറ്റും കരിസ്മ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തും. നിയുക്ത മണലൂർ MLA പ്രൊഫസർ C. രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ് അധ്യക്ഷനാകും. ഗർഭാശയഗള ക്യാൻസർ പ്രതിരോധ വാക്സിനേഷൻ, ബോധവൽക്കരണ പരിപാടികൾ അങ്കണവാടി കേന്ദ്രീകരിച്ച് നടത്തും. വിദ്യാലയങ്ങളിലെ ഫിറ്റ്നസ്സായി ബന്ധപ്പെട്ട കാര്യങ്ങൾ യോഗത്തിൽ വിശദീകരിച്ചു. കണ്ടാണശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രം കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK സുധീബ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ VV തിലകൻ അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KP ചിന്ത ആമുഖ വിശദീകരണം നടത്തി. പഞ്ചായത്ത് അംഗങ്ങളായ ഗംഗാധരൻ മാസ്റ്റർ, സഫീറ അസീസ്, സൗമ്യ ധനൻ, സുനിത ഉണ്ണിമോൻ, സൗമ്യ നിമിഷ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ്, ICDS സൂപ്പർവൈസർ NK സുനന്ദി, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിഞ്ചു ജേക്കബ് C, ബിജു VL എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, ആരോഗ്യ പ്രവർത്തകർ, ആശാപ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ, വിവിധ സംഘടനാ പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. വേലൂർ കണ്ടംകുളങ്ങര ശിവക്ഷേത്രത്തിൽ നന്ദികേശ്വര പ്രതിഷ്ഠാ പരിഹാര കലശ മഹോത്സവം ശനി, ഞായർ ദിവസങ്ങളിലായി നടക്കും. ശനിയാഴ്ച വൈകിട്ട് പ്രസാദശുദ്ധി, ഗണപതി പൂജ, വാസ്തുഹോമം, വാസ്തുകലശം എന്നിവയുണ്ടാകും. ഞായറാഴ്ച രാവിലെ ഗണപതി ഹോമം, ശുദ്ധി, ധാര, പഞ്ചഗവ്യം, 25 കലശ പൂജകൾ, കലശമാടൽ എന്നിവ നടക്കും. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് ദീപാരാധന, ചുറ്റുവിളക്ക് എന്നിവയ്ക്കു ശേഷം ഭക്തി പ്രഭാഷണം ഉണ്ടായിരിക്കും. അച്ഛൻ തോറ്റാലും മകൻ കുട്ടികൾക്ക് നൽകിയ വാഗ്ദാനം നിറവേറ്റി. കുന്നംകുളം നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി PT അജയ് മോഹന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് തുണികെട്ടിപ്പൊതിഞ്ഞ് തട്ടിക്കളിക്കുന്ന ഒരു കൂട്ടം കുട്ടികളെ കണ്ട സ്ഥാനാർത്ഥിയുടെ മകൻ കണ്ണൻ ഫുട്ബോൾ വാങ്ങി നൽകാമെന്ന് അറിയിച്ചിരുന്നു. തുടർന്ന് പരുവക്കുന്ന് വാർഡ് മെമ്പർ ജാസ്മിൻ ഹസൈനാർ കുട്ടികൾക്ക് ഫുട്ബോൾ കൈമാറി. ചടങ്ങിൽ കോൺഗ്രസ് കടവലൂർ മണ്ഡലം പ്രസിഡന്റ് PK ദേവദാസ്, ബ്ലോക്ക് സെക്രട്ടറി CK സുലൈമാൻ, ബൂത്ത് പ്രസിഡന്റ് ഹസൈനാർ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി ഷാഹിദ, ചുങ്കത്ത് മയമുണ്ണി, മുസ്തഫ വെള്ളിയാട്ടിൽ എന്നിവർ പങ്കെടുത്തു. ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർമാരായ അരവിന്ദാക്ഷൻ, ജ്യോതിപ്രകാശ് എന്നിവരെ പെരുമണ്ണൂർ PFA ക്ലബ്ബ് ആദരിച്ചു. ഫുട്ബോൾ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന 30ാമത് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ 4ാം ദിവസത്തെ മത്സരം ആരംഭിക്കുന്നതിന് മുമ്പ് നടന്ന ചടങ്ങിൽ വെച്ചാണ് അരവിന്ദാക്ഷനെയും ജ്യോതിപ്രകാശിനെയും പൊന്നാടയണിയിച്ച് മൊമന്റോ നൽകി ആദരിച്ചത്. ചടങ്ങിൽ പഞ്ചായത്ത് അംഗങ്ങളായ ബാലൻ, മോനു, സുജീഷ് എന്നിവർ സന്നിഹിതരായിരുന്നു. പെരുമണ്ണൂർ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് AV സുരേഷ്, സെക്രട്ടറി കേശവദാസ്, ജോയിന്റ് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ, മെമ്പർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,975 രൂപ. സ്വർണം പവന് 1,11,800 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 270 രൂപ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.